ഷുഗർ നന്നായിട്ട് ഉറങ്ങാൻ രാവിലെ ആയിരുന്നു. രാവിലെ ഹീറോ എണിച്ചായിരുന്നു. ഹീറോ എണിച്ചിട്ട് ഷുഗറിനെ നോക്കായിരുന്നു. ഓഹോ, ഇപ്പം നോക്ക് നിനക്ക് ഒച്ചുണ്ടാക്കി ഷുഗർ ചിരിച്ചോണ്ട് എന്ത് എന്ത് ഇത് ഷുഗർ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയായിരുന്നു. ഷുഗർ ആ അയ്യോ അയ്യോ ഞാൻ ഇവിടെ ഉറങ്ങി പോയായിരുന്നു. ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങി എന്നൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഷുഗർ കേൾക്കായിരുന്നു. എന്ത് പറ്റി ഞാനിവിടെ എത്തിയ അപ്പോൾ നൈറ്റ് നിങ്ങൾ നിന്നെ വന്നു കൊടുക്കുക എന്ന് പറഞ്ഞ് കരിഞ്ഞിട്ട് ആട്ടിങ്ങൊക്കെ തുടങ്ങിയായിരുന്നു. സമാധാനമാക്കാതൊക്കെ ആയിരുന്നു. ഹീറോയുടെ മമ്മി ഓടി വന്നിരുന്നു. എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി പ്രിയ പ്രിയ എന്ത് പറ്റി? ഹീറോയുടെ ഫ്രണ്ട് ഇതെല്ലാം എടുത്തിട്ട് ഉറങ്ങിയിട്ടില്ല. ഹീറോയുടെ ഫ്രണ്ട് മിഴിച്ച് നോക്കിയോട്ടായിരുന്നു. പിന്നെ ഉറങ്ങി മേടിച്ചായിരുന്നു. എന്തിട നാട്ടകം ആക്ടിങ് ചെയ്യുന്നു, ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞ് പൂജ പറയായിരുന്നു. ഹീറോ ആക്ടിങ് ചെയ്തെടുക്കും. ഷുഗർ വായ്പ വരും. അങ്ങനെ ഹീറോയിനെ കുറിച്ച് കിസ്സായിരുന്നു. ഹീറോ പ്രപ്പോസ് ആയിരുന്നു. ഒച്ച ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയായിരുന്നു. ഒന്നില്ല അമ്മയെ പറയായിരുന്നു. ഷുഗർ അപ്പം നൈറ്റ് നിങ്ങളെ ജോലിയായത് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗർ അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് എന്ന് പറയുന്നത്. ഷുഗർ പറയുന്നു അതൊക്കെ നൈറ്റ് വരുന്നതാണോ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ ഷുഗർ പറയായിരുന്നു ടെൻഷൻ ആക്കണ്ട, എനിക്ക് ഇന്ന് ഞാൻ കുറേയൊക്കെ പോവാണ്, പിന്നെ മീറ്റ് ചെയ്യാം, ഇതെൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് ഷുഗറുമാർ ഒക്കെ ഷൈ ആയിരുന്നു. ഷുഗർ ബായ് എന്ന് ഹീറോയിനെ കിസ് എടുത്ത ഒറ്റ ഓട്ടം ഓടി പോയായിരുന്നു. ഹീറോ എവിടുന്ന് വന്നത് എയിലെ പോയ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒണിക്കാണ് ഞാൻ എങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പോവാ. ഹീറോയെ വിളിക്കായിരുന്നു. എങ്ങനെ പോവാ എന്ന് പറയായിരുന്നു. ശരി റിയൽച്ചേ പറയായിരുന്നു. അങ്ങനെ ഹീറോയും മമ്മി കുക്ക് ചെയ്യാൻ പോയായിരുന്നു. ഹീറോയിൻ ഡാഡി നല്ല ഉറക്കം എനിക്ക് പോവാ എന്ന് പറഞ്ഞ് ഹീറോ വൈകാട്ടിയാണ്. ഷുഗർ ബായ് എന്ന് വീട് വന്നിട്ട് ഹീറോയിനെ ഒരു കിസ് അടിച്ച് ഒറ്റോടെ ജിന്നു ചെയ്യാൻ ഹോപ്പു ഷാക്കായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഷാക്കായിരുന്നു. ഇത്തരം കാത്തിരുന്നേന്ന് പാട്ട് പാടിയുണ്ടായിരുന്നു ജിന്നു ജയ ഹോപ്പ്. ആ ഷുഗർ വന്നിരുന്നു. വാ പോവാന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ കാറിൽ പോയായിരുന്നു. അപ്പോൾ ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഞാൻ പ്രപ്പോസ് ചെയ്തു. ഇത് കേട്ട് ഷാക്കായിരുന്നു. എന്താടാ മണ്ടത്തരം പറയുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാ ജോലി കഴിഞ്ഞ് അങ്ങനെ അവർ കൊറിയൊക്കെ പോയായിരുന്നു. ഹീറോയെ കോൾ ചെയ്യണോ വേണ്ടേ എന്ന് പറയായിരുന്നു. ഓർക്കായിരുന്നു. അങ്ങനെ ഹീറോയി ശരി ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട് കോൾ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. അവരിപ്പോൾ നൈറ്റായിരുന്നു. ഷുഗർ അവിടെ നിന്നിട്ട് ഓർക്കായിരുന്നു. ഭയങ്കര ഷൂട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് എത്തി ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് കിടക്കാം ഷുഗർ. അപ്പോൾ ഷുഗർ കോൾ വരുന്നു. ഹലോ എന്ന് പറയായിരുന്നു. മിന്നുങ്കി ഞാൻ പ്രിയ എന്ന് പറയായിരുന്നു. അപ്പോൾ ഷുഗർക്ക് ഷാക്കായിരുന്നു. ഇത്ര നാൾ കോൾ ചെയ്തേ ശരി ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ട് കോൾ ചെയ്തത്. എന്താ പ്രിയ എന്ന് പറയാം. ഹീറോ വീഡിയോ കോൾ വന്നു. ഷുഗർ കട്ടാക്കി. എന്ത് കട്ട് ചെയ്തോ? വീഡിയോ കോൾ വന്നിരുന്നു. ഹീറോ ഷാക്കായിരുന്നു. അത് യുങ്കി അത് എന്താ ചെയ്യാ? ഒന്നും ചെയ്യില്ല, വീട്ടിലാണ് ഉള്ളത്. വീട്ടിലാരുമില്ലേ? ഞാനും എൻ്റെ പൂജ ഉള്ളതാണ്. വീട്ടിൽ അമ്മ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെ ഷുഗർ ഹാപ്പിയായി സംസാരിക്കായിരുന്നു. അപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഷുഗർ വീട്ടിൽ അമ്മയോട് അച്ഛനോട് സംസാരിച്ചാൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ മാരേജ് കഴിക്കാമെന്ന് പറയാം. ഷുഗർ മമ്മിക്ക് ഹാപ്പി ആയിരുന്നു. ശരി ഓക്കെ. അങ്ങനെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞായിരുന്നു. ഈ ഷുഗർ മമ്മി കോൾ ചെയ്തിട്ട് ഹീറോയിൻ്റെ മമ്മിയുടെ ഡാഡിയോട് സംസാരിച്ചാണ്. ഓക്കെ പെണ്ണ് കാണാൻ നിങ്ങൾ വരാൻ പോകാമെന്ന് പറയായിരുന്നു. അപ്പോൾ ഷുഗർ മമ്മിക്ക് ഡാഡിക്ക് ഹാപ്പിയായിരുന്നു. ഷുഗർക്ക് മാരേജ് ചെയ്തിട്ട് ഷുഗർ മാരേജ് കഴിക്കാൻ പറഞ്ഞാൽ ഷുഗർ ഇപ്പോൾ വേണ്ടെന്ന് പറയായിരുന്നു. അതുകൊണ്ട് പെണ്ണ് നിറയെ കാട്ടാൻ ഷുഗർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഹാപ്പി. എൻ്റെ മോളെ പെണ്ണ് കാണാൻ വരാം, നല്ല ചെക്കനാ എന്ന് പറയുന്നത് കേട്ടാൽ ഇവൾക്ക് പിടിച്ച ചെക്കനാണ് എന്ന് പറഞ്ഞ മമ്മിക്കോട് ഇവൾ ഓക്കെ എന്ന് പറയും എന്തായാ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ പെണ്ണ് ഹീറോയിനെ കുറിച്ച് ഫ്രഷ് ആയിരുന്നു. എൻ്റെ അമ്മയും പറയുന്നു എടീ എല്ലാം റെഡിയാണ്. അങ്ങനെ ഇട്ട് വന്ന് അങ്ങനെ ഹീറോയിനെ സാരി ഉടുപ്പ് റെഡിയാക്കാറ്. അങ്ങനെ പിന്നെ എല്ലാവരും വന്നായിരുന്നു. ഷുഗറിൻ്റെ ഫാമിലീസ് എല്ലാം ഷുഗറിനെ പെണ്ണ് കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഹീറോയും വന്നിട്ട് അങ്ങനെ ഷുഗർ ചേട്ടന് കോൾഡ് മാരേജ് ആയിരുന്നു. ബേബീസ് എല്ലാം ഉണ്ട്. അതുപോലെ ഹീറോയിൻ വന്നായിരുന്നു. ഷുഗർക്ക് ഹീറോയിനെ കണ്ടി സ്മൈൽ ചെയ്ത് തുടങ്ങിയിരുന്നു. അവരെ മുണ്ടി സംസാരിച്ച് രണ്ടുപേരും സംസാരിക്കാൻ പറയായിരുന്നു. രണ്ടുപേരും സംസാരിച്ച് അങ്ങനെയായിട്ട് അവർ സംസാരിച്ചായിരുന്നു. ഷുഗർ പറയായിരുന്നു ഗിഫ്റ്റ് ഒരു ലോക്കായിട്ടായിരുന്നു, ഇത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയായിരുന്നു. കപ്പിൾസ് ലോക്കായിട്ടായിരുന്നു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിനെ കിസ് അടച്ചിട്ട് നടന്ന് പോയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയ്ക്ക് മാരേജായി. ഇപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഷുഗർ ഹീറോയിൻ നന്നായിട്ട് ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ഹീറോക്ക് വന്നായിരുന്നു. അവർക്കെല്ലാം നന്നായിട്ട് എല്ലാവരുന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ഉണ്ട്. 4 ബേബീസ് ഉണ്ടായിരുന്നു. 2 ബോയ് 2 ഗേൾസാണ്. 4 ബേബിയാണ് ഹീറോയ്ക്ക്. ഓരോ പ്രസവത്തിൽ 4 കുട്ടികൾ ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഫസ്റ്റ് ഒരു ബോയ് ഗേൾ, പിന്നെ ബോയ് പിന്നെ ഗേൾ, അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ജനിച്ചതാണ്. ഹീറോ ഹാപ്പി ആയിട്ടുണ്ട്. ബേബീസ് ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ബേബീസ് എല്ലാം വളർന്ന് വലുതായി. ഇപ്പോൾ സ്കൂൾ പോകാൻ തുടങ്ങിയിട്ട് ഹീറോ ബാഗും എല്ലാം റെഡിയാണല്ലോ. ബേബീസ് റെഡിയാണ് മമ്മി, സ്കൂൾക്ക് പോകണോ ലേറ്റായി എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ബേബീസിൽ ഓടി പോകാൻ തുടങ്ങിയായിരുന്നു.
ഇപ്പോൾ കുട്ടികളൊക്കെ 3ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. എല്ലാ കുട്ടികളും റെഡി ആയിട്ട് ബായ് മമ്മി എന്നെ പറഞ്ഞ് കണ്ടത്ത് കയറിച്ച് കുട്ടികൾ ഓടി പോയിരുന്നു. ഹീറോയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷമായിരുന്നു. ഹീറോയ്ക്ക് അങ്ങനെ ഒരു ബേബിക്ക് അറിയാൻ തുടങ്ങിയായിരുന്നു. അത് പറഞ്ഞാൽ അതൊരു ഗേൾ ബേബിയും ഇപ്പോൾ കരയായിരുന്നു. അങ്ങനെ അവിടെ ഇപ്പോൾ ഒരു ബോയ് ബേബി വന്നായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് പറയായിരുന്നു. ഹീറോയെ പറയായിരുന്നു, ആ ഡാഡി എവിടെ? ഡാഡി ഇപ്പോൾ മമ്മി ഡാഡി വന്നു എന്ന് പറയുന്നു. അവിടെ നോക്കുമ്പോൾ ജേഹബ് വന്നായിരുന്നു. ജേഹബും വന്നായിരുന്നു. ആ ജേഹബ് എങ്ങനെയുണ്ടോ ഓക്കെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഗേൾ ബേബിനെ കണ്ടിട്ട് ഇവളെ എൻ്റെ വൈഫ എന്ന് ജേഹബിൻ്റെ ബേബി പറയുന്നു. ഇതോടെ ഹീറോ ചിരിക്കുകയായിരുന്നു. അതങ്ങനെ ഉറപ്പിച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതെ, അവർക്ക് ഇങ്ങനെ ഡേയ്സ് നന്നായിട്ട് വളർന്നു ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്നു വലുതായി. ഇപ്പം മാരേജ് ഇപ്പോൾ നല്ല ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ഇപ്പം മാരേജ് കഴിഞ്ഞാണ്. ഇപ്പോൾ ജേഹബിൻ്റെ മകനക്ക് മാരേജാണ്. അതെ, ആ കുട്ടിയാണ്. ആ ജേഹബിൻ്റെ ഇപ്പം ഹീറോയിൻ്റെ കടകുട്ടിയാണ്. അതെ, ആ കുട്ടിയാണ് മീര എന്ന പേരാണ് ആ കുട്ടീൻ്റെ. അങ്ങനെയായിട്ട് ജേഹബിൻ്റെ മകൻ്റെ പേര് ഓസ് എന്ന് പറഞ്ഞ ജിയോഹോ എന്ന് പറയായിരുന്നു. അങ്ങനെ ജൂണിക്കാണ് മാരേജ്. അല്ല ഹോക്ക് എന്ന് പറയുന്നു. അങ്ങനെ അങ്ങനെയായിട്ട് അവൻ കൂടെ മാരേജ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി പറയുന്നു, ചെറിയ പ്രായത്തിൽ ഇത് ചുമ്മാ ഇവന് പറഞ്ഞു പോയി, സീരിയസ് ആയിട്ട് മാരേജ് കഴിച്ചല്ലോ എന്ന് പറഞ്ഞു. രണ്ടുപേരും ലവ് ചെയ്തിട്ടാണ് മാരേജ് കഴിച്ചത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തിലുണ്ടായിരുന്നു. എല്ലാ ഫാമിലീസായിരുന്നു. അങ്ങനെ വയസ്സായി ഓരോ നാൾ ഇങ്ങനെയായിട്ട് ഇതായിരുന്നു. അങ്ങനെയായിട്ട് ഒരു തണ്ണി വന്നിട്ട് വീണായിരുന്നു. അയ്യോ ഒന്ന് തണ്ണിൽ മുങ്ങി എന്ന് പറഞ്ഞ ഹീറോ നെട്ടി അടിച്ചായിരുന്നു. അയ്യോ എൻ്റെ ഡ്രീമായിരുന്നു. ഇത് ഡ്രീമാ എന്ന് പറഞ്ഞ ഹീറോ ഷോക്കായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് കോൾ വന്നു. ഹലോ ആരാകുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ടി വിയിൽ നോക്കുമ്പോൾ ഒരു ന്യൂസ് വന്നായിരുന്നു. ആ ന്യൂസ് കണ്ട് ഹീറോ ഷോക്ക്. അപ്പോൾ ഷുഗർക്ക് മാരേജ് ആയോ എന്ന് പറഞ്ഞ് ഹീറോയുടെ വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ഷുഗർക്ക് മാരേജ് ആണ് എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു.